കേരളത്തിൽ ബലാപനം തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് കളമശ്ശേരി. മന്ത്രി പി രാജീവ് മുസ്ലിം ലീഗിലെ അബ്ദുൽ ഗഫൂറും ഏറ്റുമുട്ടുന്ന മണ്ഡലത്തിൽ ഇരുമുന്നണികളും വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്നു. BDJS-ലെ MP ബിനു ആണ് ഇവിടെ NDA സ്ഥാനാർത്ഥി. കളമശ്ശേരി കാലങ്ങളായി കടുത്ത രാഷ്ട്രീയ മത്സരങ്ങൾ നടക്കുന്ന ഇടമാണ്. വ്യാവസായിക അടിത്തറയും സംഘടിത തൊഴിലാളി ശൃംഖലകളും ചരിത്രപരമായ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് കരുത്തു പകർന്നിട്ടുണ്ട്. അതേസമയം കോൺഗ്രസ് നയിക്കുന്ന UDF-ഉം മുസ്ലിം ലീഗും ഇവിടെ ശക്തമായ സാന്നിധ്യം നിലനിർത്തുന്നു. ഇവിടുത്തെ തിരഞ്ഞെടുപ്പുകൾ കേരളത്തിൽ ഒന്നാകെ ശ്രദ്ധയാകർഷിക്കുന്നു. 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിലെ ഏറ്റവും ശ്രദ്ധേയമായ നഗര വ്യവസായ മണ്ഡലങ്ങളിലൊന്നായ കളമശ്ശേരി ശക്തമായ രാഷ്ട്രീയ പോരാട്ടത്തിനാണ് വേദിയാകുന്നത്. നിലവിലെ MLA-യും സംസ്ഥാന വ്യവസായ മന്ത്രിയുമായ പി രാജീവ് LDF സ്ഥാനാർത്ഥിയായി വീണ്ടും ജനവിധി തേടുമ്പോൾ UDF-നായി മുൻ മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകനും മുസ്ലിം ലീഗിൻ്റെ നേതാവുമായ VE അബ്ദുൽ ഗഫൂറും NDA-ക്കായി MP ബിനുവും ശക്തമായി മത്സരരംഗത്തുണ്ട്. കളമശ്ശേരിയെ കേരളത്തിലെ പ്രധാന വ്യവസായ സാങ്കേതിക കേന്ദ്രമായി ഉയർത്തുക, IT സ്റ്റാർട്ടപ്പ്, ചെറുകിട വ്യവസായ മേഖലകളിൽ കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കുക, റോഡ് വികസനവും കൊച്ചി മെട്രോ ഉൾപ്പെടെയുള്ള ഗതാഗത സൗകര്യങ്ങളും ശക്തിപ്പെടുത്തുക, സാമൂഹ്യക്ഷേമ പദ്ധതികൾ വ്യാപിക്കുക തുടങ്ങിയ വാഗ്ദാനങ്ങളോടെയാണ് പി രാജീവ് പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോയത്. മറുവശത്ത് UDF സ്ഥാനാർത്ഥി അബ്ദുൽ ഗഫൂർ നഗരസഭാ സേവനങ്ങളുടെ മെച്ചപ്പെടുത്തൽ, കുടിവെള്ള വിതരണ, മാലിന്യ സംസ്കരണം, ഗതാഗത കുരുക്ക് പരിഹാരം, യുവജന തൊഴിൽ പദ്ധതികൾ, ചെറുകിട വ്യാപാരികൾക്കും സാധാരണ കുടുംബങ്ങൾക്കും കൂടുതൽ പിന്തുണ, വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ കൂടുതൽ വികസനം എന്നിവ മുൻനിർത്തിയാണ് ജനങ്ങളെ സമീപിച്ചത്. NDA സ്ഥാനാർത്ഥി MP ബിനു കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ പ്രാദേശിക പ്രയോജനം വർദ്ധിപ്പിക്കുക, അടിസ്ഥാന സൗകര്യ വികസനം, സ്വകാര്യ നിക്ഷേപം ആകർഷിക്കൽ, മധ്യവർഗത്തിനും തൊഴിലാളി വിഭാഗങ്ങൾക്കും പ്രത്യേക ക്ഷേമ പദ്ധതികൾ എന്നിവ വാഗ്ദാനം ചെയ്യുന്നു. വ്യവസായ വളർച്ച, തൊഴിലവസരങ്ങൾ, നഗരഗതാഗതം, റോഡ് വികസനം, മാലിന്യ നിർമ്മാർജ്ജനം, സാമൂഹ്യക്ഷേമം തുടങ്ങിയ വിഷയങ്ങളാണ് മണ്ഡലത്തിലെ പ്രധാന തിരഞ്ഞെടുപ്പ് ചർച്ചകൾ. നിലവിലെ വികസന തുടർച്ചയും ഭരണ നേട്ടങ്ങളും മുൻനിർത്തി LDF ശക്തമായി മുന്നേറ്റം പ്രതീക്ഷിക്കുമ്പോൾ നഗരജീവിത നിലവാരവും പ്രാദേശിക പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടി UDF തിരിച്ചുവരവ് ലക്ഷ്യമിടുന്നു. അതേസമയം NDA സാമൂഹിക രാഷ്ട്രീയ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു. വികസനത്തിൻ്റെ തുടർച്ചയ്ക്കും ഭരണമാറ്റത്തിനുമിടയിലെ നിർണായകമായ തെരഞ്ഞെടുപ്പായാണ് കളമശ്ശേരി മണ്ഡലത്തിലെ ഈ പോരാട്ടം വിലയിരുത്തപ്പെടുന്നത്. മണ്ഡലത്തിൻ്റെ ഭാവി വികസന പാത തീരുമാനിക്കുന്ന നിർണായക പോരാട്ടമായി ഈ തെരഞ്ഞെടുപ്പ് മാറിയിരിക്കുകയാണ്. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കളമശ്ശേരി വ്യക്തമായ ഒരു വിധി നൽകി. CPIM-ലെ പി രാജീവ് 77,141 വോട്ടുകൾ നേടി വിജയിച്ചു. മുസ്ലിം ലീഗിലെ VE അബ്ദുൽ ഗഫൂറിനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. ഇത്തവണ 2026 അതേ പി രാജീവും അതേ അബ്ദുൽ ഗഫൂറും വീണ്ടും ഏറ്റുമുട്ടുമ്പോൾ വിധി പ്രവചനാതീതമാണ്. കളമശ്ശേരി ആർക്കൊപ്പമെന്നാണ് ഇനി അറിയേണ്ടത്. ക്യാമറാമാൻ ടോജോടൊപ്പം അനഘ, മീഡിയ ടൈം.